മതമല്ല 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 പ്രശ്നം, എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം. ധനകാര്യമന്ത്രി പാട്ടുപാടിയ പോരാ, എരിയുന്ന പൊരിയുന്ന വയറിന് എന്താ പദ്ധതി ഉള്ളത്? എന്താ പദ്ധതി ഉള്ളത്? കേരളത്തിന്റെ ഖജനാവ് കൊണ്ട് പ്രഖ്യാപിക്കുന്ന പദ്ധതി അല്ല. ബാലഗോപാലൻ എന്ന് പറയുന്ന മനുഷ്യന് എരിയുന്ന പൊരിയുന്ന വയറിനോടുള്ള പദ്ധതി എന്താണ്? വിശ്വാസികൾക്കുണ്ട് സക്കാത്ത് ഉണ്ട്, സദഖയുണ്ട്. അയൽക്കാരൻ വിശക്കുമ്പോ ഭക്ഷണം കഴിച്ചാൽ എന്റെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാവില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസിക്ക് റെമഡി ഉണ്ട്, വെറുതെ വർത്തമാനം പറയല്ല. മതമാണ് പ്രശ്നം എന്ന് പറയുന്ന വിശ്വാസിക്ക് റെമഡി ഉണ്ട്. ബാലഗോപാല, ഖജനാവിലെ പണം എടുത്തരല്ല, നീ നിന്റെ പണം കൊടുക്കണം, സക്കാത്തായി സദഖയായി. വിശപ്പിന്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് അറിയോ? വിശ്വാസിക്ക് വിശപ്പിന് രണ്ട് പ്രശ്നമുണ്ട്. ഒന്നറിയാം, വിശപ്പ് എന്റെ ആത്മീയ പ്രശ്നമാണ്, വിശപ്പ് എന്റെ ശാരീരിക പ്രശ്നമാണ്. എന്താ നിങ്ങൾ അറിയോ? രണ്ടാമത്തതാണ് വലിയ പ്രശ്നം, ആത്മീയ പ്രശ്നം. വിശന്നാൽ എനിക്ക് തലചുറ്റും, വിശന്നാൽ എൻ്റെ BP കുറയോ കൂടുകയോ ചെയ്യും, വിശന്നാൽ എൻ്റെ ഷുഗറിനെ ബാധിക്കും. ശരിയാണ്. പക്ഷെ വിശന്നിട്ട് നീ മരിച്ചു പോയാൽ നരകത്ത് പോകുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ നിന്റെ അയൽക്കാരൻ വിശന്ന് മരിച്ചു പോയാൽ ആ കാരണം കൊണ്ട് നമുക്ക് സ്വർഗം നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. വിശപ്പിന് ആത്മീയമായ വശമുണ്ട്, വിശപ്പിന് ശാരീരികമായ പ്രശ്നമുണ്ട്. രണ്ട് എൻറ്റിറ്റി ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ? അന്നദാനം മഹാദാനം ഹൈന്ദവ ദർശനമാണ്, വിശ്വാസമാണ്. അപ്പം മുറിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. മറ്റുള്ളവന്റെ വിശപ്പ് എന്റെ പ്രശ്നമാണ് എന്ന് വിചാരിക്കുന്നിടത്ത്. മതത്തെ കുറിച്ച് പറയുന്നവരോട് ഞാൻ പറയും, ഈ റോമൻ സാമ്രാജ്യം കീഴടക്കാൻ വേണ്ടി ഇസ്ലാമിക സംഘം പോകുന്നുണ്ട്. അവരോട് അപ്പൊ റോമൻ അധിപൻ പറയുന്നുണ്ട്, രാജാവ് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ കീഴടക്കാൻ വന്നത് എന്നൊന്ന് വന്ന് പറയും. റബീഅ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ആണ്, സഹാബിയാണ് ചെല്ലുന്നത് സംസാരിക്കാൻ വേണ്ടിയിട്ട്. റോമിന്റെ രാജാവിനോട് ആ മനുഷ്യൻ പറയാണ്, എന്താ പറയണ അറിയാം? ഞങ്ങൾ വന്നത് 3 കാര്യത്തിനാണ്. ഒന്ന്, ആൾ ദൈവ ബഹുമാനത്തെ ഞങ്ങൾ എതിർക്കുന്നു. എന്നുവെച്ചാല് പിണറായി വിജയനെ പോലത്തെ ആൾക്കാരെ അംഗീകരിക്കാൻ പറ്റൂല എന്നാണ് അന്നത്തെ കാലത്ത് പറഞ്ഞത്. ഞങ്ങൾ അംഗീകരിക്കൂല, സമ്മതിക്കൂല, അവരുടെ മുമ്പിൽ കീഴടങ്ങുന്ന പ്രശ്നമില്ല. 2, എന്തിനാ മതം എന്നറിയോ? അക്രമം അവസാനിപ്പിക്കുവാനും സമാധാനം കൊണ്ടുവരാനും. ഇഹ്സാൻ ജഫ്രി മുസ്ലിമായിരുന്നു, ആ മനുഷ്യനെയാണ് ചുട്ടുകൊന്നത്. മതം നോക്കിയിട്ടാണ് റിയാസ് മൗലവിയെ കൊന്നത്, മതം നോക്കിയിട്ടാണ് കൊടിഞ്ഞ് ഫൈസലിനെ കൊന്നത്, മതം നോക്കിയിട്ടാണ് അഖലാഖിനെ കൊന്നത്, മതം നോക്കിയിട്ടാണ് NRCയിൽ നിന്ന് മുസ്ലിങ്ങളുടെ പേര് വെട്ടിമാറ്റുന്നത്, മതം നോക്കിയിട്ടാണ് ഹിമന്ത് ബിശ്വ ശർമ്മ മുസ്ലിങ്ങളെ ആക്രമിക്കണമെന്ന് സംഘപരിവാരത്തിന് ആഹ്വാനം ചെയ്യുന്നത്, മതം നോക്കിയിട്ടാണ് CAA നടപ്പിലാക്കുന്നത്, മതം നോക്കിയിട്ടാണ് ബാബരി പള്ളി പൊളിച്ചത്, മതത്തിന്റെ പേരിലാണ് വെള്ളാപ്പള്ളി തോന്നിവാസം പറയുന്നത്, മതത്തിന്റെ പേരിലാണ് ശശികല സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, മതത്തിന്റെ പേരിലാണ് ഒരു ന്യൂനപക്ഷത്തെ ആക്രമിക്കാൻ വഖഫ് ഭേദഗതി കൊണ്ടുവന്നത്. പിന്നെ എങ്ങനെയാ മതം പ്രശ്നമല്ല എന്ന് പറയാ? ഏതു വശത്തിലാണ് മതം പ്രശ്നമല്ലെന്ന് പറയാ? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മതത്തിന്റെ പേരിൽ ഇന്ത്യയിൽ വിവേചനം നടക്കുന്നു എന്ന് പറയുന്നത് കോൺഗ്രസും ലീഗും അല്ല, അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളാണ്. തീരുന്നില്ലല്ലോ സജി ചെറിയാനെ. നിങ്ങൾ അവസാനം പറഞ്ഞ വാക്കും ജയിച്ച സ്ഥാനാർത്ഥികളുടെ മതം നോക്കിയിട്ടല്ലേ? മിസ്റ്റർ ചെറിയാൻ, എന്താണ് സജി ചെറിയാൻ, നിങ്ങൾ നിങ്ങളുടെ മണ്ഡലത്തിൽ ജയിക്കുന്നത് ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ്. അത് കുഴപ്പമെന്ന് ഞാൻ പറയണില്ല. കോട്ടയത്തെ ക്രിസ്ത്യാനികളെ ഉണ്ടാവൂ, ആലപ്പുഴയിലെ ചില മണ്ഡലങ്ങളിൽ ക്രിസ്ത്യാനി ഉണ്ടാവൂ, മലപ്പുറത്ത് മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം ഉണ്ടാവുക. ഇതൊക്കെ ഒരു കോമൺ സെൻസ് അല്ലേ? ജനസംഖ്യാനുപാതിക സഭകളിൽ അവരല്ലേ ഉണ്ടാവുക. പക്ഷേ ചെറിയാൻ, നിങ്ങൾ അവസാനം സംസാരിച്ചതും മതത്തിന്റെ പേര് പറഞ്ഞിട്ടാണ്, മതമെന്ന് പറഞ്ഞിട്ടാണ്. രണ്ടാമത് ആക്ഷേപിക്കാനെടുത്ത ഒരു ശ്രമം കാര്യങ്ങള് നഷ്ടപ്പെട്ടു പോയത്. ഏത് നഷ്ടപ്പെട്ടു പോയത്? പിടിച്ചു വാങ്ങുന്നല്ല കേട്ടോ, നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കാനാണ് ഭരണം എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, എന്താണ് സച്ചാർ കമ്മീഷൻ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ജുഡീഷ്യൽ കമ്മീഷനാണ്.
സച്ചാർ കമ്മീഷൻ എന്താ പറഞ്ഞെന്നറിയോ? പശ്ചിമ ബംഗാളിൽ ഈ കമ്മ്യൂണിസ്റ്റുകൾ ഭരിച്ച ബംഗാളടക്കം ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അതുകൊണ്ട് തിരിച്ചു പിടിക്കും. കേരളത്തിൽ സച്ചാർ കമ്മീഷൻ കൊണ്ടുവന്നപ്പോ VS അച്യുതാനന്ദൻ അതിന്റെ പേര് മാറ്റി പാലൊളി കമ്മിറ്റിയാക്കി. ലീഗ് നിയമസഭയിൽ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ പാലൊളി കമ്മിറ്റിയാക്കിയത്? നിയമസഭയുടെ രേഖയിലുണ്ട് VSന്റെ മറുപടി. നഷ്ടപ്പെട്ടു പോയ അവകാശം മുസ്ലിങ്ങൾക്ക് തിരിച്ചു കിട്ടിയ പോരെ. പേരിൽ എന്താണ് കാര്യം എന്നാണ്. നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കൊടുക്കുക എന്നത് ഒരു ഭരണഘടനാപരമായ ഒരു പ്രക്രിയയാണ്. അതിലെവിടെ കുഴപ്പമുണ്ടാവുക? ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ നിങ്ങളോട് സ്നേഹപൂർവം. ഈ പറയുന്നിടത്ത് അതെങ്ങനെ ഒരു കുഴപ്പമെന്ന് പറയാം? ഇതിലെവിടെയാ മറ്റൊരു മതത്തെ ആക്ഷേപിച്ചുള്ളത്? ഞാൻ പിണറായി വിജയനെ വെല്ലുവിളിക്കാനൊന്നും നിൽക്കണില്ല. പക്ഷേ അദ്ദേഹത്തിന് കുറെ ഇതൊക്കെ എഴുതി കൊടുക്കുന്ന ആൾക്കാരില്ലേ, അവരെ കൂട്ടിയിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു തെരുവിൽ വന്ന് 100 അല്ല 1000 സഖാക്കളെ കൊണ്ടുവന്നാലും ഞാൻ വന്നാൽ മതി. എൻ്റെ വാക്കുകൾക്ക് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ തർക്കിക്കട്ടെ. ഇതാ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയണത്. റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, പിണറായി വിജയൻ പോയി കേൾക്ക്. പിണറായി വിജയൻ വരുമൊന്നുമില്ല, കാരണം അയാൾക്ക് പേടിയാണ്. 100 വണ്ടി പോലീസില്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത കേരളം കണ്ട ഏറ്റവും വലിയ ഭീരുവാണ് അയാൾ, ഏറ്റവും വലിയ ഭീരുവാണ്. എന്നോട് എൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ പറയൂ, നീ എന്തിനാണ് ഇങ്ങനെ പറയണത്? ഒരു ഒതിയാർക്കൊക്കെ വേണ്ട. അയാൾ ആരാന്നറിയ? ഭയങ്കരനാണ്, ഭയങ്കരനാണ്. പോളിറ്റ് ബ്യൂറോ വരെ അയാളുടെ മുമ്പിൽ മുട്ടുവറക്കും. മൂത്രമൊഴിക്കുമെന്ന് പേടിച്ചിട്ട് DYFI സഖാക്കൾ സ്നഗ്ഗും കെട്ടിയിട്ടാണ് മൂപ്പരത്ത് പോക്ക്. കണ്ടാ പേടിച്ചു വെച്ചിട്ട് പിന്നെ എന്തിനാ ഇങ്ങനെ പറയണോ ചോദിച്ചു. അപ്പൊ ഞാനും വിചാരിച്ചൊന്ന് പേടിച്ചു നോക്കിയാലോ. പക്ഷെ എനിക്ക് ഇയാളെ കണ്ടാൽ തമാശയാണ്. ഒരു ഭീരു. നിങ്ങൾ വിചാരിക്കണ്ട ഇയാൾ വലിയ പുലിയാണെന്ന്. ഇവിടെ ധൈര്യമുള്ള ഈ ജാതി ആംബുലൻസുമായിട്ട് യാത്ര ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ബേജാറെന്താ? അഥവാ എന്തെങ്കിലും പറ്റിയാലോ ചില ആംബുലൻസ് ഇയാളെ വേക്കൽ ഇങ്ങനെ പോവുക. ഈ ജാതി പേടിത്തോണ്ട് ഞങ്ങൾ എവിടെയും കണ്ടില്ല, എവിടെയും കണ്ടിരുന്നോ? ഞാൻ പറയണത്, നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ കഴിയും. ഒറ്റ കാര്യം ഞാൻ പറയട്ടെ. ഇത് എൻ്റെ 2 സുഹൃത്തുക്കൾ നിയമസഭയിലുണ്ട്, ഞാനില്ലല്ലോ. 5 കൊല്ലം മുമ്പ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതല്ലേ. പക്ഷേ എന്നിട്ടും 5 കൊല്ലം കഴിയുമ്പോൾ നിയമസഭയിൽ പിണറായി വിജയൻ ഇത് പറയുമ്പോൾ അയാളുടെ കണ്ണുകളിൽ ഞാൻ ആ ഭയം കാണുന്നുണ്ട്. മനസ്സിലായില്ല നിങ്ങൾ? അല്ലെങ്കിൽ സഭയുടെ പുറത്തുള്ള എൻ്റെ പേര് അയാൾ പറയേണ്ട കാര്യമുണ്ടോ? പറയില്ലല്ലോ. ഞങ്ങൾ ചോദിക്കാനുള്ളത് ചോദിച്ചുകൊണ്ടേയിരിക്കും. സത്യത്തിൽ സലീം കുമാർ പറഞ്ഞ മാതിരി തെറ്റ് എൻ്റെ ഭാഗത്തുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇയാള് മക്കളെ ഇത്ര സ്നേഹിക്കുന്ന ഒരു പിതാവാന്ന് അറിയാണ്ടാണ് ഞാൻ ഇയാളുടെ മോളെ കുറിച്ച് പറഞ്ഞത്. ശ്രദ്ധിക്കണമായിരുന്നു. ഇയാളൊരു പിതാവാണ്, അത് അയാൾക്ക് പിടിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കണമായിരുന്നു. എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കി നിങ്ങൾ, എന്തൊക്കെ. അഴീക്കൂടെ മത്സരിക്കാൻ വന്നപ്പോൾ തുടങ്ങിയ ദുരിതവും കഷ്ടപ്പാടുമാണ്. എൻ്റെ ഭാര്യ, ഇവർക്കൊക്കെ അറിയാം, എൻ്റെ സുഹൃത്തുക്കൊക്കെ അറിയാം. എൻ്റെ വീട് ചുറ്റുപാട് നമ്മളെ കാര്യമായിട്ട് നോക്കി കിടക്കണ. അവരെ കൊണ്ടുപോയിട്ട് രാവിലെ 7 മണിക്ക് കൊണ്ടുപോയിട്ട് രാത്രി 1 മണി വരെ ക്വസ്റ്റ്യൻ ചെയ്യാനെന്ന പേരിൽ 3 കുട്ടികളായി. മോളെ കെട്ടിക്കാനായി. എൻ്റെ വൈഫിനോട് ചോദിക്കാണ്, എന്തിനാ ഇവനെ കെട്ടിയത്? മോളൊന്നും തെറ്റാൻ തോന്നി. ആ ജാതി വൃത്തികേടുകൾ. എൻ്റെ അമ്മോഷനോട് ചോദിക്കാണ്, എന്തിനാ അവന് കെട്ടിച്ചു കൊടുത്തത്? നിങ്ങൾ ആലോചിച്ചു. വൃത്തികെട്ട ഒരു SFI-കാരനായ ED ഓഫീസർ കുറിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു തെറ്റും ചെയ്യാതെ. നിങ്ങൾ വിചാരിച്ചെന്താ? പലരുടെയും കേസുകൾ കോടതിയിൽ കയറി ഇറങ്ങി കളിക്കുകയാണ്. പക്ഷേ നിങ്ങളെപ്പോലുള്ള ഒരു താല്പര്യമില്ലാത്ത 10,000-കണക്കിന് പ്രവർത്തകരുടെ പ്രാർത്ഥന കൊണ്ടാണ് കോടതിയുടെ മണ്ണിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. ചിലർ കണ്ണ് നിറച്ചിട്ട് പറയാറുണ്ട്, അമ്പലത്തിൽ പൂജ നടത്തിയിട്ട് എന്നെ വിളിച്ച ആളുകളുണ്ട്, മെനഞ്ഞാന്ന് പോലും. ഒന്നും പേടിക്കണ്ടടാ, പ്രശ്നമില്ല, ബേജാറാവണ്ട. ED ആണ് ഒഴിവാക്കിയത് കേസ്. ഒരു കാര്യം പിണറായി വിജയൻ മനസ്സിലാക്കിക്കോ, ഷാജി മെനഞ്ഞാന്ന് സുപ്രീം കോടതിയുടെ വിധിയും വാങ്ങി തിരിച്ചു വരുമ്പോഴും 100 പ്രാവശ്യം മാറ്റിയിട്ടും മാറാത്ത ലവ്ലിൻ കേസ് ഒരു കൊടുവാള് പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തലന്റെ മോളിലുണ്ട്. ഞാൻ ഇറങ്ങി പോകുന്നത് എന്തെല്ലാം കള്ളത്തരങ്ങൾ, ഏതെല്ലാം കള്ളത്തരങ്ങൾ. 2016 നികേഷിനെ കൊണ്ടുവന്നിട്ട് അങ്ങ് നിങ്ങളെന്താ ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞിട്ട്. ഞാനൊക്കെ അന്ന് കാണുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു അശ്വമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ
അവിടെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ മണ്ഡലത്തിൽ വർക്ക് ചെയ്ത പശുവിനോട് ഞാൻ ചോദിച്ചു, SIR നെല്ലിക്കുന്നിനോട് ചോദിച്ചു. അവര് ആ കോൺസ്റ്റിറ്റ്യുവൻസി നോക്കുന്നവരാണ്. ആ ധൈര്യം എനിക്കുണ്ടായിരുന്നു, നേരിടുമെന്ന് പറഞ്ഞു. അങ്ങനെ വർക്ക് ചെയ്തത്. അയാളൊരു പൊട്ടനായതുകൊണ്ട് എൻ്റെ ഇറങ്ങി ഞാൻ ഉത്തരവാദിയല്ല. ആ ദേഷ്യനോടാണ് അത് തീർക്കല്. ഞങ്ങളൊക്കെ നാട്ടിൽ ബക്കറ്റോ അല്ലെങ്കിൽ മോട്ടറോ വെച്ചിട്ടാ വെള്ളടിക്കല്. ഇയാൾ നേരിട്ട് ഇറങ്ങുന്ന വിവരം ഞാൻ അറിയുന്നു. അത് ഞാൻ ചെയ്ത തെറ്റൊന്നല്ലല്ലോ, ഞാൻ ചെയ്ത തെറ്റല്ലല്ലോ. അതിന്റെ പേരിൽ കേസ് കൊടുക്കുക. ആ നോട്ടീസുകൾ വായിച്ചിരുന്നോ? സിറാത്തിന്റെ പാലം, അങ്ങനെ ഒരു പാലം നിങ്ങൾക്ക് അറിയുമോ? സിറാത്ത് പാലം നമുക്കറിയാം. സിറാത്തിന്റെ പാലം ആരെങ്കിലും പറയാറുണ്ട്? സിറാത്തിന്റെ പാലം എന്ന് ഒരു വിശ്വാസി പറയില്ല. കള്ളങ്ങൾ ചമച്ചിട്ട്, നോണകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ മാറ്റാൻ ശ്രമിച്ചു. ഞാൻ യൂത്ത് ലീഗുകാരോട് പറയട്ടെ, നമ്മള് ഇന്ത്യയിലാണ് നിൽക്കുന്നത്. ഗാന്ധിജിയുടെ ഇന്ത്യയാണ്. ഞാൻ വീണ്ടും പറയാണ്, ഗാന്ധിജിയുടെ ഇന്ത്യയാണ്.